ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കിരൺ സെൻസൈ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പടം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഒരു ടീനേജ് വയസ്സിലോട്ട് പോകുന്ന ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പ്രായത്തിൽ. സോ അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അച്ഛനും മകളുമായിട്ടൊരു കണക്ഷനാണ്. സോ അങ്ങനെ ഒരു മൂവിയെ പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 16 വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടി അച്ഛന്റെ കൂടെ ഒരു ടൂറിന് പോകുന്നു. അപ്പോൾ അച്ഛന്റെ ആ ഒരു ക്യാരക്ടറിൽ വരുന്ന വ്യത്യാസവും അപ്പോൾ അച്ഛൻ എന്ത് പറ്റി എന്നൊരു കുട്ടിയുടെ ചിന്തയും അതാണ് ആ മൂവി ഫുള്ളായിട്ട് പറഞ്ഞു പോകുന്നത്. ആ മൂവി ആരംഭിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. അവർക്ക് ഒരു 16 വയസ്സാണ്. ഇവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ട് വേറെ പിന്നെയാണ് താമസിക്കുന്നത്. ഇത്രയും നാളെ ഈ കുട്ടി താമസിച്ചിരുന്നത് തന്റെ അമ്മയുടെ കൂടെയായിരുന്നു. സോ സ്കൂളിലെ വെക്കേഷൻ ആയ സമയത്ത് അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനെ കാണാൻ വേണ്ടി. അവിടെ വെച്ച് നമുക്ക് നേരെ കാണിക്കുന്നത് നമുക്ക് അച്ഛന്റെ ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് കാളം എന്നാണ്. സോ അദ്ദേഹം ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതെ മൈൻഡിൽ ഫുൾ ഡിപ്രസീവ് തോട്ട്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ അത്രയ്ക്കും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് കാശ് എവിടെ നിന്നൊക്കെ റെഡി ചെയ്തിട്ട് ടൂറിന് വേണ്ടി പോവുകയാണ്. പടം സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട്. സോ ആ ക്യാമറയിൽ പെൺകുട്ടി ഇങ്ങനെ ഒരു റെക്കോർഡ് ഒരു വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കില്ലേ, അങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അതും ഭയങ്കര ഷേക്കായിട്ടാണ് എടുക്കുന്നത്. ഗൈസ്, ഞാൻ ടൂർ പോകുന്നു, ഞാനും എന്റെ അച്ഛനും കൂടെ ടൂർ പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടി സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് അച്ഛനും മകളും കൂടെ ബസ്സിൽ ടൂർ പോകുന്നതാണ് കാണിക്കുന്നത്. ഇവർ എവിടെയാണ് പോകുന്നതെന്ന് നോക്കിയാൽ ടർക്കിയിലാണ്. ഇങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ബസ്സിൽ ഒരു കണ്ടക്ടർ കാണുമല്ലോ, അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടക്ടർ സംസാരിക്കുന്നത് ഗൈസ് നമ്മള് ടർക്കിയിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി ഇത് കണ്ടിട്ട് കണ്ടക്ടർ എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ സംസാരിച്ച് കളയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു ഹോട്ടലിൽ എത്തിയാണ്. ഹോട്ടലിൽ കയറി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഡാഡ് ക്യാരക്ടറിന് തന്റെ മകളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹം. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകാനുള്ള കാശ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. സോ അതുകൊണ്ട് സാധാ ഒരു ഹോട്ടലിലാണ് മകളെ കൊണ്ടുപോയത്. അതിന്റെ വിഷമം അദ്ദേഹത്തിനുണ്ട്. സോറി മോളെ, ഇതിന് ഇങ്ങനെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് ഒരു നല്ല ട്രിപ്പായിട്ട് പോയി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അഫോർഡബിൾ ആയിട്ടുള്ള പൈസ എന്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ മോളോട് പറയുകയാണ്. അപ്പോൾ തന്നെ മോള് പറയുന്നത് എനിക്ക് ഇത് തന്നെ വലിയ റൂമാണ്, നിങ്ങളതൊന്നും ആലോചിക്കാതെ കിടന്ന് ഉറക്കാൻ പറയുകയാണ് മോള് അച്ഛനോട്. ഹീറോ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ഉറക്കം വരുന്നില്ല. എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു അച്ഛനാണ്. കാരണം മകളെ നേരെ ഉറക്കി കിടത്തിയിട്ട് മകൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം എഴുച്ചു പോയത്. കാരണം അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങോട്ട് മാറി നിന്നിട്ടാണ് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് മകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമില്ല. സോ രാവിലെ അതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അച്ഛനും മോളും കുളിച്ച് കളിച്ചിട്ടൊക്കെ ആ ഡയറ്റ് അങ്ങനെ തന്നെ പോകും. രാത്രി ആയപ്പോൾ എന്നത്തെയും പോലെ ആ പെൺകുട്ടിയെ കിടത്തി ഉറക്കിയിട്ട് അദ്ദേഹം എപ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷനായിട്ട് എന്തോ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത ദിവസം രാവിലെ അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ തന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ്. അമ്മ ചോദിക്കുകയാണ് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ, അച്ഛൻ നേരെ തന്നെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, അച്ഛൻ്റെ നേരെ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് ഇന്ന് ഈ സ്കൂൾ തുറക്കുന്നത് വരെ അച്ഛന്റെ കൂടെ ആയിരിക്കുമ്പോൾ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ അടുത്ത വെള്ളിയാഴ്ച സ്കൂൾ തുറക്കും, സോ അതുവരെ ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ തന്നെ അമ്മ കട്ട് ചെയ്യുകയാണ് ഫോൺ കോൾ. സോ അവിടെ വെച്ച് നമ്മൾ കാണിക്കുന്നത് അമ്മയ്ക്ക് അച്ഛനോട് ഒരുമാതിരി പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത്ര വില മാത്രമേ അച്ഛനെ അമ്മ കൊടുക്കുന്നുള്ളൂ. സോ ആ ഭാര്യ ഹസ്ബൻഡിന് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അമ്മ അച്ഛൻ ഇൻ ദ സെൻസ് ഓഫ് ഞാൻ പറയുന്നത് മകളുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചാണ്. ഓക്കെ, എന്നിട്ട് അച്ഛനും മകളും കൂടെ ചേർന്ന് ബില്ലിയാർഡ്സ് ഒക്കെ കളിക്കാൻ പോവുകയാണ്. ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 ടീനേജ് കുട്ടികൾ വരുന്നത് ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ കളിക്കാൻ ചേരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു ഓക്കെ നിങ്ങൾ വാ കളിക്കാന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരാൾ ചോദിക്കുകയാണ് സോ നിങ്ങളുടെ അനിയത്തിയുടെ പേരെന്താ, നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത്. അവളുടെ പേര് സോഫി. ബൈ ദ ബൈ അവള് എന്റെ അനിയത്തി എന്നല്ല, അവളെന്റെ മകളാണെന്ന് പറയുകയാണ്. ഇത് കേട്ട ടീനേജ് ബോയ്സ് അയ്യോ സോറി സാർ അവർ ചമ്മി പോവുകയാണ്. ഇത് കേട്ടിട്ട് അവസാനം കളി കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഗോൾ ചെയ്യാൻ നേരത്ത് ഈ ഗൈസ് എഫ് വേർഡ് യൂസ് ചെയ്യും. ഏതാണെന്ന് അറിയാലേ, എനിക്കെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ അത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്തപ്പോൾ അപ്പോൾ അച്ഛൻ പറയുകയാണ്, അച്ഛന് ചെറുതാൻ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പറയുകയാണ് എന്റെ മോളടുത്തേക്കാണ് അങ്ങനത്തെ വാക്കൊന്നും പറയില്ല, അവൾ ചെറിയ കുട്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ സോറി സാർ അറിയാതെ പറഞ്ഞെന്ന് പറയുകയാണ് ടീനേജ് ബോയ്സ്. സോ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും ഹീറോ അത്രയ്ക്കും കെയറോടെയാണ് മകളെ നോക്കുന്നത്. ഒരു അച്ഛൻ എന്ത് ഡ്യൂട്ടി ചെയ്യുന്നു അതാണ് അദ്ദേഹവും ചെയ്യുന്നത്. അങ്ങനെ അവർ പല സ്ഥലത്ത് റെസ്റ്റോറന്റിൽ പോയിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഒരു സ്പായിൽ പോയി കുറെ കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ച് ചിരിച്ച് കളിച്ച് അവസാനം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വരികയാണ്. ഹോട്ടൽ റൂമിൽ പോയിട്ട് നമുക്ക് നേരെ കളിക്കുന്നത് ഹീറോയിന്റെ കയ്യിലൊരു മുറിവുണ്ട്. അത് എന്താണെന്ന് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അവൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത റൂമിൽ മകളിരിക്കുകയാണ്. മകളങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ മീനിങ് എന്താ, ഇതിന്റെ മീനിങ് എന്താ, അതിന്റെ മീനിങ് എന്താ ഇങ്ങനെ ചോദിച്ചു വെച്ചിരിക്കുകയാണ് അവള്. സോ അദ്ദേഹം അത്രയ്ക്ക് ദേശത്തിരിക്കുകയാണ്. എന്തൊക്കെയോ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. എന്നാലും അദ്ദേഹം സമാധാനമായിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കുകയാണ് മകൾക്ക്. സോ ആ നൈറ്റ് അങ്ങനെ കടന്നു പോവുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നത് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലെ കുട്ടി കളിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ഇവളുടെ പ്രായമുള്ള ഒരു കുറച്ച് തടിയുള്ള ഒരു പയ്യോടെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ അവൻ പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കളിക്കാൻ അവൾ സമ്മതിച്ചിട്ട് രണ്ടുപേരും കൂടെ ബൈക്ക് റേസ് കളിക്കുകയാണ്. ഫസ്റ്റ് ആ മെസ്സേജ് ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ്. സോ ഇത് കണ്ട ആ പയ്യന് ചെറുതായിട്ട് ദേഷ്യം വരികയാണ്. നമുക്ക് വീണ്ടും റീമാച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിക്കുകയാണ് അവളെ. അതിനുള്ളിൽ ആ പെണ്ണിന്റെ അച്ഛൻ വരികയാണ്. സോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് തിരിച്ചിറങ്ങി പോവുകയാണ്. സോ ഇവർ എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവിങ്ങിനാണ് പോകുന്നത്. സോ ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. സോ അത് ചെയ്യാൻ വേണ്ടി പെണ്ണ് അത്രയ്ക്ക് ആഗ്രഹമാണ്. സോ അതിന് വേണ്ടിയാണ് അച്ഛൻ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്കൂബ
ഡൈവിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെണ്ണ് അറിയാതെ തന്നെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗൂഗിൾസ് അറിയാതെ കടലിലിടുകയാണ്, കളഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ സാധാരണ ഈ ഗൂഗിൾസ് ഒക്കെ നല്ല പൈസ ആവും. സോ അച്ഛൻ അതിനെ കുറിച്ച് ഒന്നും ചോദിച്ചതുമില്ല. നൈസായിട്ട് അവർ രണ്ടുപേരും യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ആ പെണ്ണ് അടുത്ത് വന്നിരുന്നിട്ട് കാര്യം പറയുന്നത്. അച്ഛാ സോറി, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ എന്റെ തെറ്റുകൊണ്ട് വന്നതാണ്, എന്തായാലും അതിന് നല്ല കാശ് കാണും, എന്റെ ഒരു സോറി, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ മോള് പറയുകയാണ്. സോ അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മകളുടെ അടുത്ത് അച്ഛൻ പറയുകയാണ്. സോ കാരണം അച്ഛനറിയാം ഇത്രയും പൈസയൊക്കെ ആവും, ഇനിയും ചിലവാകും, അതുകൊണ്ട് എന്തായാലും ഈ ട്രിപ്പ് സ്പോയിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് വഴക്കൊന്നും പറയാതിരിക്കുന്നത്. വഴക്ക് പറഞ്ഞ് ആ ട്രിപ്പിന്റെ ആ ഒരു മൂഡ് അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. സോ അതൊന്നും ആകണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും വഴക്ക് പറയാതെ ആകെ ഹോളിഡേക്ക് മാത്രമേ മകളെ കാണാൻ പറ്റുള്ളൂ. അപ്പോഴൊക്കെ വഴക്ക് പറഞ്ഞ് എങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ അതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് അച്ഛന്റെ ആ ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്കും അറിയായിരുന്നു. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ പയ്യൻ അവിടെ കാണുന്നത്. പയ്യൻ അവിടെ തന്നെ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യെ വീണ്ടും റീമാച്ച് വെച്ചപ്പോൾ വീണ്ടും റീമാച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പയ്യൻ ചെയ്യുകയാണ്. അങ്ങനെ പയ്യൻ ചേച്ചിട്ട് കണ്ടാ ഞാൻ ജയിച്ചു, ഞാൻ 1:1 നമ്മളിപ്പോ ഈക്വലായി എന്ന് പറയുകയാണ്. സോ എടാ നീ ഇതുവരെ ഇങ്ങനെ നോട്ട് ചെയ്തിരിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. ഞാൻ തമാശയെ കളിച്ചേടാ എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് എൻജോയ്മെന്റ് ആയിട്ട് പോകും. അടുത്ത ദിവസം ആകുമ്പോൾ ആ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് അവർ വിചാരിക്കുകയാണ്. കുറെ സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് അദ്ദേഹം പോകുന്നത് മറ്റേ കമ്പിളി പുതപ്പുള്ള സ്ഥലങ്ങളാണ്. ഈ ടർക്കിയിലൊക്കെ കമ്പിളി പുതപ്പിന്റെ അതൊക്കെ നന്നായിട്ട് ഇതാണ്. സോ അവിടെ ഈ കമ്പിളി പുതപ്പ് പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു, അച്ഛനും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് എത്ര രൂപയെന്ന് ഹീറോ ചോദിച്ചപ്പോൾ 850 യൂറോ എന്ന് പറഞ്ഞപ്പോൾ അത്രയും പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. സോ അത് വാങ്ങാതെ തിരിച്ചു പോവുക. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടിക്കും ഫീൽ ആയിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. അദ്ദേഹം ഒരു ബീച്ച് സൈഡിൽ ഇരുന്നപ്പോഴാണ് നേരത്തെ മറ്റേ ബില്ലിയേഴ്സ് കളിച്ച പിള്ളേരുണ്ടല്ലോ, അവർ വന്നിട്ട് നിങ്ങൾ എത്ര ആണെന്ന് പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നത്, നമ്മുടെ കളിക്കാൻ വിടും, നമുക്ക് ഒരുമിച്ച് പോയി കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് പെർമിഷൻ ചോദിക്കുകയാണ് പെൺകുട്ടിയെ കളിക്കാൻ വിടാൻ വേണ്ടി. സോ അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടപ്പോഴാണ് കുറച്ച് പേര് ഈ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടുമായിട്ട് നടക്കുന്നതും തൊടുന്നതും കിസ് ചെയ്യുന്നത് കാണുന്നത്. സോ ആൾറെഡി 16 വയസ്സായ ഒരു കുട്ടിയാണ്. സോ ആ കുട്ടിക്ക് ഒരു കൗതുകം തോന്നി കാണുമ്പോൾ. ഫസ്റ്റ് ടൈം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രായത്തില് ഒരു കൗതുകം തോന്നും. സോ അതൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിമാർ ആശ്ചര്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൈഡിലിടുന്ന ഒരു പയ്യൻ ചോദിക്കുന്നത് നമുക്ക് അവിടെ പോയി തള്ളിയിടാൻ ചോദിക്കുന്നത്. സോഫി സമ്മതിക്കുകയാണ്, നമുക്ക് തള്ളിയിടാന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ പോയിട്ട് പെട്ടെന്ന് എല്ലാവരും തള്ളിയിടുകയാണ്. ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തള്ളിയിടുകയാണ് സ്വിമ്മിംഗ് പൂളിലോട്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ റൂമിൽ വന്നിട്ട് അവൾ ഡ്രസ്സെല്ലാം ഉണക്കം കെട്ടിട്ട് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ അകത്തേക്ക് വരുന്നത്. സോ ആ കുട്ടി എപ്പോഴും എന്നത്തെ പോലെ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടി ചോദിക്കുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, പക്ഷെ നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെ പറയണം എന്ന് പറയുകയാണ്. കുട്ടി ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ, അപ്പോൾ ഈ വയസ്സിനിടയിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിച്ച് കാണുമല്ലോ, ആ ബർത്ത്ഡേ ആഘോഷിച്ചത് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മ ചുമ്മാ ഭയങ്കര ദേഷ്യപ്പെട്ടു. എന്താ ബർത്ത്ഡേക്ക് നീ വെറുതെ ഇരിക്കില്ലേ, പുറക്കാന്ന് പറഞ്ഞ് അതിനെ ഓട്ടിച്ചു വിട്ടു. ശരി, അത് കഴിഞ്ഞ് എന്റെ അച്ഛനടുത്ത് പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ എന്റെ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു കടയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു ഡോള്, ഒരു ബൊമ്മ കട ഉണ്ടല്ലോ ടോയ്സ് ഒക്കെ ഉള്ള, ആ കടയിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ടോയ്സ് ഒക്കെ ഉണ്ട്, സോ എനിക്ക് ഇഷ്ടമുള്ള ടോയ്സ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്റെ ചൂസ് ചെയ്യാൻ പറയുകയാണ്. ഞാനും ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം, ഒരു ടോയ് എടുക്കുകയാണ്. അപ്പോൾ കളിപ്പാട്ടമൊക്കെ എടുത്തു വെച്ചേ. ഏത് കളിപ്പാട്ടമാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, ഒരു ചുവപ്പുള്ള ഫോൺ ടോയ് എടുത്തു, അല്ലാതെ വേറെ ഒന്നും അല്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടാ പെണ്ണ് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലൊരു വിഷമമുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നൈറ്റ് ആയപ്പോൾ ഒരു ഷോയ്ക്ക് പോവുകയാണ്, ഒരു കരാക്കി ഷോ എന്ന് പറയും, ആ ഷോയ്ക്ക് പോവുകയാണ്. സോ ഒരു മ്യൂസിക്കിന് പറ്റുകൊണ്ടിരിക്കുക. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് ഈ പാട്ട് പാടാമെന്ന് പറഞ്ഞ് ഞാൻ ആ ഓഡിയൻസ് എല്ലാം കൂടി ഇങ്ങനെ പാട്ട് പാടുകയാണ്. അപ്പൊ ഈ പെണ്ണിനും അത് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്റെ അങ്ങോട്ട് പോയി പാടാമെന്നാ കുട്ടി പറയുകയാണ് ഹീറോയിനോട്. ഹീറോയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അത് എനിക്കതൊന്നും പാടാൻ ഇഷ്ടമല്ല, നീ വേണമെങ്കിൽ പോയി പാടാൻ പറയുകയാണ്. അങ്ങനെ പെൺകുട്ടി പോയി പാടുകയാണ്, നന്നായിട്ട് പാടുന്നുണ്ട് ആ പെൺകുട്ടി. സോ അതെല്ലാം കേട്ട് രസിച്ചിട്ട് ആ നൈറ്റ് അവിടെ വെച്ച് തന്നെ അവസാനിച്ചിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണ്. അവിടെ പാർട്ടിയൊക്കെ ആഘോഷിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് റൂമിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, സോഫി പറയുകയാണ്, ഇല്ല അച്ഛനെ കുറച്ചും കൂടെ ഇവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ച് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ റൂമിൽ കയറി പോവുകയാണ്. മോള് കുറച്ചേരം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ബാൻഡിലുള്ള ഒരു പെണ്ണുണ്ട്. ഈ മറ്റേ പെൺകുട്ടിയായിട്ട് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആവുകയാണ്, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആവുകയാണ്. സോ എന്തായാലും ഈ പെൺകുട്ടി തിരിച്ചു പോകണമെന്ന് അറിഞ്ഞപ്പോൾ മറ്റേ ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണ് എന്തെങ്കിലും കൈ കൊടുക്കണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തന്റെ കയ്യിൽ കിടന്നൊരു യെല്ലോ ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് എടുത്ത് നമ്മുടെ പെൺകുട്ടിയായ സോഫിക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ അവൾക്ക് അത് കണ്ട് ഹാപ്പിയായി സന്തോഷിച്ചിരിക്കുകയാണ്, ചിരിച്ചിരിക്കുകയാണ്. സോ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കുട്ടി തിരിച്ച് റൂമിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. സോ അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കില്ല, ആ വീഡിയോ റെക്കോർഡെല്ലാം ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മനസ്സിലുള്ള എന്തോ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതായിട്ട് കരയുന്നുണ്ട് അദ്ദേഹം. സഡൻ ആയിട്ട് റൂമിന്റെ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹം തോന്നുന്ന പോലെ അങ്ങോട്ട് ഒരു സ്മോക്ക് നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കടലിലോട്ട് പോയിട്ട് രാത്രി ഇറങ്ങി കുളിക്കുകയാണ്. അവസരം കാണിക്കുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏതോ ഒരു പയ്യനെ കയറി ഒറ്റയിരിക്കുന്നത്. ആ പയ്യൻ തിരിച്ചു വീഴുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ റേസിംഗ് ചെയ്തില്ലേ, ആ കൂടെ റേസിംഗ് ചെയ്തില്ലേ, ആ ഒരു പയ്യനാണ്. സോ നീ എവിടെ പോകുന്നെന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാൻ റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് ആ പയ്യൻ പറഞ്ഞപ്പോൾ ആ പെണ്ണ് സമ്മതിക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണ് ആ പയ്യനോട് പറയുകയാണ് ഞാൻ സ്കൂബ ഡൈവിനൊക്കെ പോയി, സൂപ്പർ ആയിരുന്നു. അപ്പോൾ ആ പയ്യൻ പറയണോ അങ്ങനെയായിരുന്നു, നിനക്ക് നീന്തലൊക്കെ അറിയാമോ ചോദിക്കുകയാണ്. എനിക്ക് നീന്തലൊന്നും അറിയില്ല,
അതുകൊണ്ട് ഞാൻ കൂടെ പോകില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ആ പയ്യ ഒരുമാതിരി ഭയങ്കരമായിട്ട് ഷൈ ആയിട്ട് എനിക്ക് നിന്റെ ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണും ഒരുമാതിരി ഷൈ ആയിട്ട് ആ തന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അടുത്ത് വന്നിട്ട് 16 വയസ്സ് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞ ശേഷം ആ പെൺകുട്ടി തിരിച്ച് റൂമിൽ പോയിട്ട് ഡോറ് മുട്ടിയപ്പോ അദ്ദേഹം ആണെങ്കിൽ റൂമിലും ഇല്ല. അങ്ങനെ കുട്ടി കച്ചയില്ലല്ലോ, അങ്ങനെ പോയി ബാൽക്കണിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയൊരു റൂം പോലെ ഉണ്ട്. ആ റൂമിനകത്ത് ഇവിടെ കുറച്ച് കുട്ടികളോട് സംസാരിച്ചിട്ട് നിന്നില്ലേ, ആ കുട്ടികളൊക്കെ 2 പയ്യന്മാരായിട്ട് കൂടെ നിന്നില്ലേ അവള്, ആ പയ്യന്മാര് 2 പേരും ഗേ ആണെന്ന് തോന്നുന്നു, കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആണൊരു പെണ്ണെ തൊടുന്നത് തന്നെ അവളിപ്പാണ് കാണുന്നത്. പക്ഷെ ഒരു ആണിനെ തൊട്ടത് തന്നെ കണ്ടപ്പോ അവൾക്ക് ഒരുമാതിരി ഡിസ്റ്റർബ് ഒക്കെ ആവുകയാണ്. സോ അത് കണ്ടിട്ട് അവള് വെയിറ്റ് റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. സോ കുറച്ച് കഴിഞ്ഞ് അവൾ അച്ഛൻ വരികയാണ്. സോറി മോളെ, ഞാൻ കുറച്ചു നേരം വെളിയിൽ പോയിരുന്നു, എന്നോട് ക്ഷമിക്കുന്ന പറയുകയാണ്. എന്നിട്ട് തിരിച്ചു ഉറങ്ങാൻ വേണ്ടി കയറി പോവുകയാണ്. സോ രാത്രി ആയിട്ട് ഈ കുട്ടിക്ക് ഒരു ഉറക്കോ വരുന്നില്ല. അങ്ങനെ കുട്ടി നേരെ അച്ഛന്റെ റൂമിൽ കയറി നോക്കിയപ്പോ അച്ഛനാണെങ്കിൽ പുതപ്പൊന്നും മൂടാതെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ തന്റെ മോള് ഈ പുതപ്പൊക്കെ എടുത്തിട്ട് കൊടുത്ത് അച്ഛൻ ഉറക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുകയാണ്. ഇന്നാണ് ടൂറിന്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. സോ ഹീറോയ്ക്ക് ഇപ്പോഴും ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അവന്റെ കമ്പിളി പതിപ്പുണ്ടല്ലോ, അത് വാങ്ങാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് എന്തായാലും ഇത്ര രൂപയായാലും ഈ കമ്പിളി പതിപ്പ് വാങ്ങണം എന്ന് പറഞ്ഞ് ഹീറോ തന്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഇട്ട് കമ്പിളി പതിപ്പ് വാങ്ങുകയാണ്. എന്നാലും ഹീറോന്റെ മനസ്സിൽ അത്രയ്ക്ക് വിഷമമുണ്ട്, എന്നാലും ആ കമ്പിളി പതിപ്പ് വാങ്ങിച്ചതിന് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ബസ് പിടിച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ഇറങ്ങി നിന്നൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഹീറോ നടക്കുന്നത് പോലെ പെൺകുട്ടി നടക്കുന്നതും അങ്ങനെ നമ്മൾ കാണിക്കൂലേ, അതേപോലെയൊക്കെ കാണിക്കുകയാണ് ഈ കുട്ടിയും. പിന്നെ രണ്ടുപേരും കൂടെ മഡ്ബാത്തിനൊക്കെ പോവുകയാണ്. അങ്ങനെ മഡ്ബാത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഹീറോ പെണ്ണെടുത്ത് സോറി ചോദിക്കും. എന്തിനാണ് സോറി ചോദിച്ചതെന്ന് ചോദിച്ചപ്പോ, എന്നെ ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സോറി ചോദിക്കുന്നതെന്ന് പറയുകയാണ്. കുറെ നേരം ഒറ്റയ്ക്ക് അകത്തിരുന്നില്ല, അതുകൊണ്ട് മൈൻഡ് ഫുൾ അപ്സെറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. നമ്മൾ തിരിച്ചു നോക്കിയപ്പോൾ നീ കിടന്ന് ഉറങ്ങുന്നത് കണ്ടതാണ് ഞാൻ ഇപ്പൊ സോറി പറഞ്ഞതെന്ന് പറയുകയാണ്. അതൊന്നൊരു കുഴപ്പമില്ല അച്ഛന്ന് പറയുകയാണ്. നീ ഫസ്റ്റ് വിളിച്ചപ്പോഴേ ഞാനാണ് വരാനുള്ളത്, പക്ഷെ ഞാനാണ് ലേറ്റ് ആയിട്ട് വന്നത്, അപ്പൊ എനിക്ക് ഞാനല്ലേ അങ്ങോട്ട് സോറി പറയാനുള്ളതെന്ന് പറയുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് വിഷമവും ഉണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു പടിക്കെട്ടുണ്ട്, ആ പടിക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ എല്ലാവരുടെ ചെവിയിലും പോയിട്ട്, എല്ലാവരുടെ ടൂറിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ ചെവിയിലും പോയിട്ട് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അച്ഛൻ സർപ്രൈസ് ചെയ്യണം, ഞാൻ എല്ലാവരും കൂടെ പാട്ട് പാടുമെന്ന് വെച്ചപ്പോൾ എല്ലാവരും കൂടെ സമ്മതിക്കുകയാണ്. അങ്ങനെ അച്ഛൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് കയറിക്കൊണ്ട് നിന്നപ്പോഴാണ് താഴെ എല്ലാവരും കൂടെ കൂട്ടുകൂടി നിൽക്കുന്നത്. അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും എന്തിനാ എണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്നു വെച്ചപ്പോൾ സഡനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടാൻ ആരംഭിക്കുകയാണ്. സോ ആക്ച്വലി ഇവന്റെ 36ാമത്തെ വയസ്സാണ് ഇന്ന്. സോ ചെറിയ വയസ്സിൽ അച്ഛനമ്മ പോലും നേരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഈ പെൺകുട്ടി കാരണം അച്ഛനെ ഇപ്പോൾ നേരെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. സോ എല്ലാവരും കൂടെ ഹീറോയ്ക്ക് വേണ്ടി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കാണുന്ന ഹീറോ ഭയങ്കര ഇമോഷണൽ ആകും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ആക്കൂലേ, അങ്ങനെ ആകും. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല, ഇമോഷണൽ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് കാണിക്കുന്നത് ഏങ്ങി കരയുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് അവസാനം പറയാൻ പറ്റും. ഓക്കെ, അച്ഛനും മോളും കൂടെ അവസാനം ഒരു കടലിന്റെ കരയുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് കടലിൽ ഒരു ബോട്ട് പോലെ ഒരു ബലൂൺ ഉണ്ടല്ലേ, കടലിൽ കയറി കിടക്കുന്ന ബലൂൺ, എന്റെ പേരെനിക്കറിയില്ല. സോ അതിൽ പോയി രണ്ടുപേരും കൂടെ പോവുകയാണ്. അച്ഛനും മകളും അതിലൂടെ ഇരിക്കുമ്പോൾ തന്നെ മക്കള് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ല, ഒരു മറ്റേ റേസിംഗ് ചെയ്ത ആ പയ്യൻ, അവനും ഞാനും കൂടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി, നമുക്ക് രണ്ടും അങ്ങോട്ടും ഇഷ്ടമാണ്, നമ്മൾ കിസ്സൊക്കെ ചെയ്തെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് അച്ഛൻ ഭയങ്കര ആശ്ചര്യമായിട്ട് നോക്കുകയാണ്. ഇതെല്ലാം ചെയ്തോ, ഈ വയസ്സിലൊക്കെ ചെയ്യുന്നത് നോർമലാണ്, നീ വളരാനും എടുക്കണ്ടെന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് കാണിക്കുകയാണ്. ഈ നൈറ്റാണ് ഏറ്റവും ലാസ്റ്റ് നൈറ്റ്, അച്ഛനും മോളും ഒത്ത് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് നൈറ്റ് ഈ നൈറ്റാണ്. അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ഈ പെൺകുട്ടി അമ്മയുടെ വീട്ടിലേക്ക് പോകും. സോ അങ്ങനെ അച്ഛനും മോളും കൂടെ ചെന്ന് റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇതുവരെ ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ടില്ല രണ്ടുപേരും കൂടെ ചേർന്ന്. സോ രണ്ടുപേരും കൂടെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അവനും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മോളെയും കൂട്ടിക്കൊണ്ട് കുറെ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അച്ഛൻ. അങ്ങനെ ആ രാത്രി അവിടെ വെച്ച് സ്പെൻഡ് ചെയ്തിട്ട് കഴിയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുകയാണ്. സോ ലാസ്റ്റ് ആയിട്ട് മകളെ കാണുകയാണ്. മകളെ ബായൊക്കെ പറയുന്നുണ്ട്, ആ ഒരു ഇമോഷണൽ മൊമെന്റ്സ് കാണിക്കുകയാണ്. അങ്ങനെ ടാറ്റ എല്ലാം കാണിച്ചിട്ട് മകൾ തിരിച്ചു പോവുകയാണ്. നമ്മളെ ഹീറോയും ഇതേപോലെ ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ക്യാമറ നോക്കിക്കൊണ്ട് അങ്ങനെ തിരിച്ച് നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം റൂമിലോട്ട് കയറി പോവുകയാണ്. ആ റൂമിൽ കയറി പോകുമ്പോൾ തന്നെ ഏകദേശം കട്ട് ചെയ്ത് കാണിക്കുകയാണ് അടുത്ത സീന്. സോ നമുക്കിപ്പോൾ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വളർന്നു വന്ന സോഫിയാണ്. സോ ഇപ്പൊ ആ കുട്ടി വളർന്ന് വലുതായിട്ടുണ്ട്. അവൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ എന്തിനാ ഇത്തിരി വിഷമിച്ചിരുന്നതെന്ന് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരവൊക്കെ ഇപ്പോഴാണ് പിടികിട്ടുന്നത്. സോ ഈ ടൈമിൽ ഈ കുട്ടി ഇപ്പോൾ ഒരു ലെസ്ബിയൻ ആണ്. സോ ഈ പാർട്ട്ണറിന്റെ കൂടെ ഒരുമിച്ചിരുന്നതിന് ശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറ റെക്കോർഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തെന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. അങ്ങനെ അവിടെ വെച്ച് മൂവി അവസാനിക്കുകയാണ്. സോ ഇപ്പോഴും നമുക്ക് പിടികിട്ടില്ല ഹീറോയ്ക്ക് എന്തായിരുന്നു, എന്ത് പറ്റിയെന്നൊക്കെ. ബൈ ഫ്രം ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഞാൻ